അയ്യപ്പേട്ട, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് ഇന്ന് 3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 3 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പൊടി പോലും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഒളിവിലാണെന്ന് പറയുന്നു, കോയമ്പത്തൂരേക്ക് കിടന്നെന്ന് പറയുന്നു, തമിഴ്നാട്ടിലേക്ക് കിടന്നെന്ന് പറയുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR-ൽ ഗുരുതരമായ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനിടെ 2 തവണ ഫോൺ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഇതിനിടെ 2 തവണ ഫോൺ ഓണാക്കിയെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ ഒരു ദൃശ്യമാധ്യമത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തി അഡ്വക്കേറ്റിനെ കണ്ടു. യുവതിക്കെതിരെ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ കൈമാറി എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് മന്ത്രിമാരുടെയും അതുപോലെ എല്ലാ പോലീസ് ആസ്ഥാനമൊക്കെയുള്ള തിരുവനന്തപുരം നഗരത്തിലെത്തി പരാതി നൽകി അഡ്വക്കേറ്റിനെ അഭിഭാഷകനെ കണ്ട് സംസാരിച്ചിട്ടും അദ്ദേഹത്തെ ഒരു അറസ്റ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പോലും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നത് ലജ്ജാകരമല്ലേ? തീർച്ചയായിട്ടും. അതായത് തിരുവനന്തപുരത്ത് അല്ല, വഞ്ചൂർ തന്നെയാണ് അദ്ദേഹം വന്നിട്ട് പോയത്. വഞ്ചൂർ സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് വഞ്ചൂരും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് തിരുവനന്തപുരം അറിയാവുന്നവർക്ക് അറിയാം. അപ്പോൾ വഞ്ചൂർ വന്നു, രാഹുല് വക്കീലിനെ കണ്ടു, വക്കാലത്തിൽ ഒപ്പിട്ട് പോയത് 1 മണിക്കൂറോളം വക്കീലിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തുഫൽ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു സംഗതി വെച്ചാൽ, രാഹുലിനെ പിടിക്കണ്ട എന്ന് പോലീസിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി, അതായത് പിണറായി വിജയൻ തന്നെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ കേട്ടത് ഇപ്പോൾ തുഫയിൽ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടം ഇവിടുന്ന് കർണാടകയിൽ പോയിരിക്കുന്നു. കർണാടകയിൽ പിന്നെ ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അവിടെ അവർക്ക് ആളുണ്ട്. ഷാഫിക്ക് കർണാടകത്തിൽ ബന്ധങ്ങളുണ്ട്, അവിടെ ഷാഫി പോയിരിക്കുന്നു, അല്ലെങ്കിൽ റഡാറിൽ തന്നെയാണ് എന്നൊക്കെ പോലീസ് പറയുമ്പോൾ പോലീസിന് നിർദ്ദേശം ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ തന്നെ നൽകിയിരിക്കുന്നു, ഇപ്പോൾ പിടിക്കണ്ട. എന്തുകൊണ്ട്? അതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ കണക്ക് കൂട്ടലുകളുണ്ട്. അതായത് ഇപ്പോൾ സർക്കാർ ഇരയെ പിടിച്ചാൽ അത് ഒരു 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 ആറിത്തണുത്ത വിഷയമാവും. ഒരാഴ്ച കൂടെ മാറിക്കഴിഞ്ഞാൽ ഈ ജാമ്യാപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ മുൻകൂർ ജാമ്യത്തിന് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ബുധനാഴ്ച ആകുമ്പോൾ തീയതി എത്രയായി? 1, 2, 3 മൂന്നാം തീയതിയായി. തിങ്കളാഴ്ച 1-ാം തീയതിയാണ്. 3-ാം തീയതി ആകുമ്പോൾ ഇനി തദ്ദേശ ഇലക്ഷൻ ഒരു 5 ദിവസം കൂടെ ഉള്ളൂ. ഈ 5 ദിവസം കഴിഞ്ഞ് ഈ ജാമ്യാപേക്ഷ തള്ളിയാൽ പിന്നീട് എപ്പോൾ വേണോ പിടിക്കാം. അതെങ്ങനെ? അത് പിടിക്കുന്നത് തദ്ദേശ ഇലക്ഷൻ കണക്കാക്കിയിട്ടേ പിടിക്കുള്ളൂ. തദ്ദേശ ഇലക്ഷൻ കണക്കാക്കിയിട്ട് അടുത്ത ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്താൽ അത് തീർച്ചയായിട്ടും സർക്കാർ ആ ഒരു കാര്യം ആ സമയത്ത് പിടിക്കുമ്പോൾ അതിനൊരു മൈലേജ് വരും. അതായത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യില്ല, ഈ പറയുന്ന രീതിയിൽ ജാമ്യത്തിന് കൊടുക്കുന്നു, ജാമ്യാപേക്ഷ തള്ളുന്നു, അതിനുശേഷം തദ്ദേശ ഇലക്ഷന് തൊട്ട് മുമ്പ്, അതായത് 8-ാം തീയതിയാണ് 9-ാം തീയതിയാണ് ഇലക്ഷൻ. ചിലപ്പോൾ 7-ാം തീയതിയോ 8-ാം തീയതിയോ അറസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇതെല്ലാം ആ കാര്യങ്ങൾ, ഈ ജാമ്യാപേക്ഷയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഈ എലിയെ പിടിച്ചിട്ട് അടിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇങ്ങനെ തട്ടി നോക്കിയിട്ട് ജീവനുണ്ടോ ഇല്ലേ, ഇങ്ങനെ തട്ടിക്കളിക്കണ പോലെ തട്ടിക്കളിച്ചിട്ട് ഒരു അറസ്റ്റാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യുക, അങ്ങനെ അതായത് ആ തദ്ദേശ ഇലക്ഷന് മുമ്പാകുമ്പോൾ കിട്ടുന്ന മൈലേജ് ഭയങ്കരമായിരിക്കും. അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് പോയിട്ടും അല്ലാതെയും രാഹുൽ എവിടെയുണ്ടെന്ന് ഇവർക്കൊക്കെ അറിയാം. ഇപ്പം തിരക്കിട്ട് അറസ്റ്റ് ചെയ്യണ്ട എന്ന് ആണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ തദ്ദേശ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ പോകും, അത് പിടിക്കാം. ആ സമയത്ത് നമുക്ക് അറസ്റ്റ് ചെയ്താൽ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഒരു മൈലേജാക്കി മാറ്റാം എന്നാണ് പറയുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളും, ഉറപ്പാണ്. കാര്യം പിന്നെ തിരുവനന്തപുരത്താണ് ഈ കേസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ജില്ലാ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളും. കാര്യം ആ തരം വകുപ്പുകളാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ആ പൂട്ട് വീഴുന്ന വകുപ്പുകളാണ്, ജീവപര്യന്തം വരെ കിട്ടാവുന്ന വകുപ്പ്, ജാമ്യം കിട്ടാൻ പോലും സാധ്യതയില്ലാത്ത വകുപ്പുകളാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സംഭവം ജാമ്യം കിട്ടാതെ വരുമ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയ വാർത്തയാവും. അങ്ങനെ ഒരു പ്ലാനാണ് ഉള്ളത്. കാര്യം ഈ രാഹുൽ മാങ്കൂട്ടം എവിടെയുണ്ടെന്ന് പോലീസിന് അറിയാം. അവരുടെ സർവൈവൽ, അതായത് അവരുടെ നിരീക്ഷണ വലയത്തിൽ തന്നെ രാഹുൽ ഉണ്ടാകണം. അത് അവർക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവരുടെ നിരീക്ഷണ വലയത്തിൽ തന്നെ രാഹുൽ ഉള്ളത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് പോയത്, വക്കാലത്ത് ഒപ്പിട്ടിട്ട് പോയത്. പിന്നെ അത് മാത്രമല്ല, വെറുതെയല്ല, ഡിജിറ്റൽ തെളിവുകൾ, ഈ യുവതി പറയുന്നതിനെ എതിർക്കുന്ന ഡിജിറ്റൽ തെളിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പോലെ
ഡിവോഴ്സ് അവർ തമ്മിൽ ഡിവോഴ്സ് ആയതിന് ശേഷം പിന്നെ ഉള്ള ഒരു ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടിയെ അത് ഒരു മാസം മാത്രമുള്ള ആദ്യം എന്താണെന്ന് എഴുതുന്നുള്ളൂ. 4 ദിവസമുള്ള അവർ ഒരുമിച്ച് താമസിച്ചുള്ളൂ ആദ്യ ഭർത്താവുമായിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതെ, അതായത് തുഫേലെ ഈ പെൺകുട്ടി പറയുന്നതിന് മറുവാദമായിട്ട് രാഹുൽ പറഞ്ഞിരിക്കുന്നത് ഈ ഇവളുമായിട്ട് വിവാഹബന്ധം വേർപെട്ട പെൺകുട്ടിയാണ് എന്ന് തന്നോട് പറഞ്ഞില്ല, താൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴും ആ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന ഇതെന്ന് പറയുന്നത് ഞാൻ വിവാഹബന്ധം വേർപെടുത്തി, അതായത് ഡിവോഴ്സി ആണ് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ വീട്ടുകാർ വിവാഹത്തിന് വിവാഹബന്ധം വേർപെടുത്തിയ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് രാഹുൽ പറയുന്നു. എന്നിട്ട് ഈ രാഹുൽ തന്നെ പറയുന്നു നമ്മൾ തമ്മിൽ നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ചു, ഞാൻ ആ കുട്ടിയുമായി അടുത്ത് പോയി, എനിക്കൊരു കുഞ്ഞുണ്ട് എന്ന് എൻ്റെ വീട്ടുകാരോടൊത്ത് പറഞ്ഞാൽ നമ്മുടെ കല്യാണം നടക്കും. അങ്ങനെ ഒരു ബുദ്ധി പറയുന്നത് രാഹുലാണെന്നും അങ്ങനെയാണ് ഞങ്ങൾ അവർ തമ്മിൽ അടുക്കുന്നതെന്നും അപ്പോൾ വീട്ടുകാർ സമ്മതിക്കും ഒരു കുഞ്ഞായാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് രാഹുൽ പറഞ്ഞതായിട്ടും നെയ്യാറ്റിൻകര കോടതിയിലാണ് ഈ രഹസ്യമൊഴി കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം. അപ്പോൾ ഈ ലുക്കൗട്ട് നോട്ടീസ് എന്തിനാണ് അപ്പോൾ ഗവൺമെന്റ് ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തതിന്? അപ്പോൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് കാണിക്കാനാണ്. അപ്പോൾ ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് കാണിക്കുകയും വേട്ടക്കാരനെ സംരക്ഷിക്കുകയും, നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടക്കാരനാണെന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനാണ്, 35 വയസ്സായി. ഈ സ്ത്രീക്കും പിന്നെ പ്രായപൂർത്തിയായതാണ്. ഒരു 17 വയസ്സുകാരിയെ അല്ല ഇയാൾ പീഡിപ്പിച്ചെന്നോ ബലാത്സംഗം ചെയ്തെന്നോ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്താണെന്നും ജീവിതം എന്താണെന്നും ഒക്കെ അറിയാവുന്നുള്ളൊരു സ്ത്രീ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിൽക്കുമ്പോൾ സർക്കാർ ഇപ്പോൾ ഈ ഗെയിം കളിക്കുന്നത് തദ്ദേശ ഇലക്ഷന് അടുത്ത് വരുമ്പോൾ അറസ്റ്റ് ചെയ്യാനാണ്. ജാമ്യാപേക്ഷ തള്ളാനുള്ള സാധ്യതയാണ് 100% എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് ഈ പറയുന്ന സംഭവങ്ങൾ ഇപ്പം രാഹുൽ ഇവിടെയുണ്ട്, പാലക്കാടുണ്ട്, കോയമ്പത്തൂരുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ പാലക്കാട് തൃശ്ശൂർ അതിർത്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഊഹാഭോഗം, അത് രാഹുൽ ഇങ്ങനെ ഒരു ഊഹാഭോഗം ഉണ്ടാക്കി മുങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നത് ഇതിങ്ങനെ എയറിൽ നിർത്തേണ്ടത് പോലീസിൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്. അതിനിടയ്ക്കാണ് ഇങ്ങനെ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറയുന്നതിനിടയ്ക്കാണ് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് രാഹുൽ വന്നത്. പോലീസിൻ്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വന്നു തിരികെ പാലക്കാടേക്ക് ഇപ്പോൾ പോവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ശേഷം അറസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നത്. പിന്നെ ഗർഭചിത്രം ചെയ്ത ഡോക്ടർമാരെയൊക്കെ ഇനിയിപ്പോൾ പരിശോധിക്കും. ഇപ്പം തിരുവനന്തപുരത്ത് ഏതോ ഒരു ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഈ ഗർഭചിത്രം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി അതായത് രാഹുലിനെതിരെയുള്ള തെളിവുകൾ പരമാവധി ശേഖരിക്കുക, ഒപ്പോസ് ചെയ്യാനായിട്ട് ഉള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതിൻ്റെ ഭാഗമായി ഇനി ഡോക്ടറുടെ മൊഴി അവരെടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു മൊഴിയും കൂടെയൊക്കെ എടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു ബലം വരാനുള്ള സാധ്യതയുണ്ട്. വി.ഡി. സതീശൻ പാർട്ടിയുടെ നിലപാട് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു എന്നൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഇനി പറയാൻ മാറ്റമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഭരണത്തിലേക്ക് തിരിച്ചു വരാനായി പിണറായി വിജയൻ ഒരു നീക്കം നടത്തുമ്പോൾ വി.ഡി. സതീശൻ പറയുന്നത് പിണറായി വിജയൻ CPMൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വല്ലാത്ത ഒരു പോക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ മുകേഷിന്റെ വിഷയം വന്നിട്ട് എന്താണ് അവർ പറഞ്ഞത്? ഇപ്പം പി ജയരാജൻ പറഞ്ഞ സിനിമയും രാഷ്ട്രീയവും വേറെ രണ്ടല്ലേ. നമുക്ക് സിനിമയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ചർച്ച ചെയ്യാം. പിന്നെ ഇത് പുള്ളിൽ ലഘൂകരിക്കുന്ന രീതിയിലാണ്, അതായത് അവരുടെ മുകേഷിന്റെ പ്രശ്നം ലഘൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇപിയുടെ ഈ ഒരു വർത്തമാനം വന്നിരിക്കുന്നത്. അതായത് മുകേഷിന്റെ വിഷയത്തിൽ അവർക്ക് ഒരു സ്റ്റാൻഡും, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇത്തരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിന് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ ഇതിങ്ങനെ ഈ ഒരു ടെമ്പോ ഇങ്ങനെ നിലനിർത്തേണ്ടത് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ തദ്ദേശ ഇലക്ഷൻ വരെ ഇത് പിടിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, ഈ വീക്ഷണം പത്രത്തിൽ വന്ന തലക്കെട്ട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഉണ്ണിത്താൻ, മുരളീധരൻ, ഇനി വിമർശിക്കാൻ ഇവർക്കൊക്കെ എന്ത് സുധാകരൻ കൈവിട്ടു എന്നുള്ളത് ശരി, അവിടെ നിൽക്കട്ടെ. പക്ഷെ മുരളീധരന് പറയാൻ എന്ത് യോഗ്യത? ഉണ്ണിത്താന് പറയാൻ എന്ത് യോഗ്യത?
കോൺഗ്രസ് പാർട്ടിക്കകത്ത് എനിക്ക് ദുഫൈലിന് നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നമ്മൾ ഇവരെ ഏതെല്ലാം നേതാക്കളുടെ ഏതെല്ലാം സ്ത്രീ വിഷയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. പാപം ചെയ്യാത്തവർ കോൺഗ്രസ്സുകാരെ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പി ജെ കുര്യന്റെ കഥ നമുക്കറിയാം അല്ലേ, പെരുമ്പാവൂർ MLA എൽദോസിന്റെ കഥ നമുക്കറിയാം, എം വിൻസെന്റ്, ഇനിയും പേരുകൾ നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ നിരവധി 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 പേരുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയിലുണ്ട്, CPM ലുണ്ട്. അപ്പോൾ കോൺഗ്രസ് വീക്ഷണത്തിൽ ഈ എഴുതി ലേഖനക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ എഴുതിയെടുത്ത് ചോദിക്കാനാണ് സതീശൻ പറഞ്ഞത്, ഏതിൽ വീക്ഷണത്തിൽ എഴുതിയതിനെ കുറിച്ച്. പിന്നെ ഇനി എഴുതിയതിനെ തിരുത്താൻ ഇവിടെ എഡിറ്റോറിയൽ എന്ത് തിരുത്താമോ? സണ്ണി പിന്നെ പറഞ്ഞിരിക്കുന്നതാണ്, വക്കീൽ സണ്ണി ജോസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന് ചോദിക്കാം. അപ്പോൾ പാപം ചെയ്യാത്തവർ ആരും തന്നെ ഇല്ല. അവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ കല്ല് എറിയാനുള്ളവരെ ഇവിടെ ഉണ്ടാവുള്ളൂ. പാപം ചെയ്തവർ അല്ലാത്തവർ ആരും തന്നെ കോൺഗ്രസിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലും ഇല്ല. അപ്പോൾ പിണറായി എന്ന രാഷ്ട്രീയ കുശാഗ്ര ബുദ്ധിക്കാരനായ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തദ്ദേശ ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യില്ല. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതാ വരുന്നു, ഇതാ അറസ്റ്റായി, അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറയുമ്പോൾ രാഹുൽ വന്നു പോയതും വന്നതും എടുത്തതുമായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഇനിയും കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് നമുക്ക് കേൾക്കാം. എന്നിട്ട് നമ്മളെല്ലാം കളിപ്പിക്കാനായി കുറച്ച് ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോകും. എന്നിട്ടൊരു അടുത്തൊരു നാടകവും കൂടെ നമ്മൾ ഇപ്പോൾ വരെ രാഷ്ട്രീയ വിരോധികളെ പിണറായി വിജയൻ്റെ ഓഫീസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസ് കാണിച്ചിരിക്കുന്നത് എല്ലാം തന്നെ രാഷ്ട്രീയ നാടകങ്ങളാണ്. അതിലൊരു നാടകമാണിത്. ഇനി 6 മാസം കൊണ്ട് എന്തൊക്കെ നാടകങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് ഈ സർക്കാർ കാട്ടിക്കൂട്ടുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.